നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഒരു ഭാഗത്ത് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. ഉദ്ഘാടന മത്സരത്തിൽ പൊളിച്ചടുക്കി ടീം ഇന്ത്യ വിജയിച്ച് കയറിയിട്ടുണ്ട്. ഇന്ത്യൻ മാസ്റ്റേഴ്സ് ടീം വിജയിച്ച് കയറിയിട്ടുണ്ട്. അതിൽ യൂസുഫ് പത്താൻ്റെ വെടിക്കെട്ട് 22 പന്തിൽ നിന്ന് 3 ഫോറും 6 സിക്സും അടക്കം അദ്ദേഹം അടിച്ച 56 റൺസ്. താൻ പഴയതൊന്നും മറന്നിട്ടില്ല എന്ന് കാണിച്ച യുവരാജിൻ്റെ പ്രകടനം. യുവരാജ് കിടിലൻ സിക്സറുകൾ പറത്തുന്നു. അതുപോലെ മനോഹരമായ ഒരു ക്യാച്ച് എടുക്കുന്നു. ആ ഫീൽഡിങ്ങിലൊക്കെ അദ്ദേഹം ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നപ്പോൾ കാണിച്ചിരുന്ന മികവുണ്ടല്ലോ, അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനം നടത്തുന്നു. സോ പഴയകാല ഓർമ്മകളിലേക്ക് നമ്മെ കൊണ്ടുപോയ മത്സരം, ത്രില്ലർ പോരാട്ടം. അവസാന ഘട്ടത്തിൽ 4 റൺസിനാണ് ഇന്ത്യൻ ടീം വിജയിച്ചത്. അവസാന ഓവറിൽ ശ്രീലങ്കയ്ക്ക് ജയിക്കാൻ 9 റൺസ് വേണമായിരുന്നു. അവർക്ക് പക്ഷേ അഭിമന്യു മിഥുൻ എറിഞ്ഞ ആ ഓവറിൽ 4 റൺസ് മാത്രമാണ് എടുക്കാൻ പറ്റിയത്. അങ്ങനെ ഇന്ത്യ 4 റൺസിൻ്റെ വിജയമാണ് ശ്രീലങ്കയ്ക്ക് മേൽ നേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയണം, ശ്രീലങ്കയുടെ ഇതിഹാസ താരം കുമാർ സംഗക്കാര അദ്ദേഹം പൊളിച്ചടുക്കിയ ബാറ്റിംഗ് ആയിരുന്നു. 8 ഫോറും 1 സിക്സും അടക്കം 30 പന്തിൽ നിന്ന് അദ്ദേഹം 51 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോയാൽ, ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺസാണ് അടിച്ചത്. അമ്പാട്ടി റായിഡുവും സച്ചിൻ ടെണ്ടുൽക്കറും ചേർന്നാണ് ഓപ്പൺ ചെയ്തത്. റായിഡു ഒരു ഫോർ അടിച്ചു. പിന്നെ മനോഹരമായ ഒരു ഷോട്ട് നന്നായി കണക്ട് ചെയ്തെങ്കിലും നേരെ അത് പ്രസന്നയുടെ കൈകളിലേക്ക് പോയി. അദ്ദേഹം ഔട്ടായി. 5 പന്തിൽ നിന്ന് 5 റൺസ്. ടെണ്ടുൽക്കർ 2 ബൗണ്ടറികൾ, അതായത് ബാക്ക് ടു ബാക്ക് ബൗണ്ടറികളൊക്കെ തന്നുകൊണ്ട് നമ്മളെ ഒന്ന് കൊതിപ്പിച്ചു. പക്ഷേ പിന്നാലെ അദ്ദേഹത്തെ ലെഗ്മൽ ബൗൾഡാക്കി. 8 പന്തുകളിൽ നിന്ന് 10 റൺസാണ് ടെണ്ടുൽക്കർ എടുത്തത്. എന്നാൽ ഗുർക്കിരത് സിംഗും ബിന്നിയും ചേർന്നുകൊണ്ടാണ് ഇന്ത്യൻ ടീമിൻ്റെ ഇന്നിങ്സിൻ്റെ അടിത്തറ പാകിയത്. 32 പന്തിൽ നിന്ന് 44 റൺസാണ് ഗുർക്കിരത് സിംഗ് മണ്ണെടുത്തതെങ്കിൽ ബിന്നി 31 പന്തിൽ നിന്ന് 3 ഫോറും 7 സിക്സറും അടക്കം 68 റൺസിൻ്റെ കിടിലൻ ഇന്നിങ്സ് കളിച്ചു. യുവരാജ് 22 പന്തിൽ നിന്ന് 2 ഫോറും 2 സിക്സും അടക്കം 31 റൺസുമായിട്ട് പുറത്താകാതെ നിന്നപ്പോൾ യൂസുഫ് പത്താൻ 22 പന്തിൽ നിന്ന് 3 ഫോറും 6 സിക്സും അടക്കം 56 റൺസ് അടിച്ച് പുറത്താകുന്നു. അതോടുകൂടി 20 ഓവർ പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ വലിയൊരു സ്കോർ ഉണ്ടായിരുന്നു, 222 റൺസ്. പക്ഷേ മറുപടി ബാറ്റിങ്ങിൽ ശ്രീലങ്കയും ഒട്ടും മോശമാക്കാത്ത പ്രകടനമാണ് നടത്തിയത്. ഉപ്പുൽ തരംഗ 10 റൺസുമായിട്ട് മടങ്ങിയെങ്കിലും കുമാർ സംഗക്കാർ ഒരു ഭാഗത്ത് നിന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. ലാഹിരു തിരുമന്നെ 17 പന്തിൽ നിന്ന് 24 റൺസ് എടുത്ത് പുറത്തായപ്പോൾ സംഗക്കാര 30 പന്തിൽ നിന്ന് 8 ഫോറും 1 സിക്സും അടക്കം 51 റൺസാണ് അടിച്ചത്. പിന്നെ അസീല ഗുണരത്നെ 25 പന്തിൽ നിന്ന് 37 റൺസ് അടിച്ചു. ഒടുവിൽ ജീവൻ മെൻഡിസിന്റെ വെടിക്കെട്ടാണ് അവരെ വിജയത്തോട് അടുപ്പിച്ചത്. 17 പന്തിൽ നിന്ന് 42 റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. ഇസ്രു ഉദാന 7 പന്തുകൾ 2 ഫോറും 2 സിക്സും അടക്കം 23 റൺസ്. ഒന്ന് വിറപ്പിച്ചെങ്കിലും ഒടുവിൽ അവർ 4 റൺസിന് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇന്ത്യൻ ബൗളിങ്ങിൽ ധവാൽ കുൽക്കർണി, അഭിമന്യു മിഥുൻ, വിനയ് കുമാർ എന്നിവർ 2 വീതം വിക്കറ്റുകൾ എടുത്തപ്പോൾ ഇർഫാൻ പത്താൻ ഒരിക്കൽ കൂടി തൻ്റെ മികവ് കാണിക്കുന്നത് കണ്ടു. 4 ഓവറിൽ 39 റൺസിന് അദ്ദേഹം 3 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.